കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ മലയാളി സംഘം നാട്ടിലേക്ക്. എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നത്. തിരിച്ചെത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് പ്രൊഫസർ ലാലു പി ജോയ് 24-നോട് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നമുക്കുണ്ടായിരുന്നു. അപ്പം എംബസിയിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കത്ത് മന്ത്രിസഭേൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് എംബസിയിൽ നിന്ന് ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു സഹായം കൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഞങ്ങൾ കൊച്ചിയിലെത്തുക. 16-ാം തീയതി രാവിലെ എത്തും. സൂര്യശ്രീ വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, കോളേജിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്, അവരുടെ സംഘമാണ് അവിടെ കുടുങ്ങിയത്. 16-ാം തീയതി അവർ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. ഏതായാലും അവർക്കിപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയില്ല, സുരക്ഷിതരാണ് എന്ന തരത്തിലാണല്ലോ അല്ലേ പ്രതികരണം? തീർച്ചയായും അനുജ, ആശങ്കകൾക്കൊടുവിൽ ഇത് കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട്ടിലേക്ക് മടങ്ങുവാൻ എംബസിയിൽ നിന്ന് ഇന്നലെയാണ് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചത്. നിലവിൽ സ്ഥിതികൾ കുറച്ച് സമാധാനപരമായി വരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ഇവരോട് ഉടൻ തന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് മാർഗം നാട്ടിലേക്ക് തിരിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് രാവിലെ 9 മണിക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം നേപ്പാൾ അതിർത്തി വരെ എത്തി. അവിടെ നിന്ന് ഗോരഖ്പൂരിൽ നിന്ന് ട്രെയിനിലൂടെയാണ് നാട്ടിലേക്ക് മടങ്ങുക. ഈ മാസം 16-ാം തീയതി തന്നെ ഇവർ കൊച്ചിയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എക്സ്പോയുടെ ഭാഗമായാണ് മുളന്തുരുത്തി നിർമ്മല കോളേജിലെ MSW വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 12-അംഗ സംഘം, 2 അധ്യാപകരും 10 വിദ്യാർത്ഥികളുമാണ് സംഘത്തിലുണ്ടായത്. ഇവർ 3-ാം തീയതിയാണ് നാട്ടിൽ നിന്ന് മടങ്ങുന്നത്. 6-ാം തീയതി നേപ്പാളിൽ എത്തുകയായിരുന്നു. നേപ്പാളിൽ എത്തിയ ദിവസം തന്നെ ഇന്റർനെറ്റ് ബാനുമായി സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ബാൻ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചപ്പോഴും കാര്യങ്ങൾ ഇത്രത്തോളം രൂക്ഷിതമാവും അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ രീതിയിൽ ഒരു കലാപത്തിലേക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യമൊന്നും ഈ സംഘത്തിന് മനസ്സിലായില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. തുടർന്ന് കലാപം വലിയ രീതിയിൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഇവരോട് ഈ കാഠ്മണ്ഡുവിലെ ഇവർ പോയിരുന്ന ആ കോളേജിലെ ഹോസ്റ്റലിലേക്ക് മാറുവാനായിട്ട് കോളേജ് അധികൃതർ തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ഇവർ ഹോസ്റ്റലിൽ നിന്ന് എംബസിയിലേക്ക് വിളിക്കുകയും എംബസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത് നിലവിൽ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമല്ലെന്നും ഹോസ്റ്റലിൽ തന്നെ തുടരുവാനുമാണ് എംബസിയിൽ നിന്ന് ആ ദിവസം നിർദ്ദേശം ലഭിച്ചത്. തുടർന്ന് ഇന്നലെയാണ് എംബസിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാമെന്നും എയർവേസുകൾ ആരംഭിച്ചു എന്നതടക്കമുള്ള നിർദ്ദേശം ലഭിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭാ തലത്തിൽ നിന്നടക്കമുള്ള ഇടപെടൽ ഉണ്ടായി എന്നാണ് നമ്മളോട് ഈ സംഘത്തിന്റെ നേതൃത്വം നൽകിയ പ്രൊഫസർ ലാലു പി ജോയ് പങ്കുവച്ചത്. ഏതായാലും സംഘം 16-ാം തീയതി തന്നെ കൊച്ചിയിലെത്തും. എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നേപ്പാളിൽ കുടുങ്ങിയിരുന്നു. അവർ 16-ാം തീയതി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. നിലവിൽ സുരക്ഷിതരാണ് എന്നതാണ് പ്രൊഫസർ ലാലു പി ജോയ് 24-നോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.